എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ എനിക്ക് കാലിൽ വിള്ളിച്ചുള്ള ഒരു സംഭവം ഉണ്ട്. കാലിന് വിളിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിള്ളിച്ച കാലിങ്ങനെ വിണ്ട് കീറുക, കാല് വിണ്ട് കീറുക, തണുപ്പുള്ള സമയത്ത് കൂടുതലായിട്ട് കാല് താഴ്ത്തി വെക്കാൻ പറ്റാത്ത രീതിയിൽ കാല് മുഴുവൻ വിണ്ട് കീറുന്ന അവസ്ഥയോ പലർക്കും മടമ്പിന്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. കാലിന്റെ അടി ഫുള്ളായിട്ട് വിരലുകളൊക്കെ മൊത്തത്തില് ഓർമ്മ വെച്ച കാലം മുതലേ അത് കാരണം ഞാൻ സ്കൂളിൽ ലീവാക്കലും അങ്ങനെ ആയിരുന്നു. പക്ഷെ അക്യുപഞ്ചറിൽ വന്നപ്പോൾ ഫസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അതാണ്. എൻ്റെ ആ കാലിന്റെ വിള്ളൽ, അതിന്റെ പെയിന് മാറി. കാരണം സംഭവം കാലിലുണ്ട്, പക്ഷെ പെയിൻ ഇല്ല. പിന്നെ നമ്മൾ 4G ഒക്കെ എടുത്ത് നമ്മൾ എല്ലാ രീതികളും മാറ്റി നോക്കിയപ്പോഴാണ് അതിൽ മാറ്റം വന്നത്. ഇപ്പം എന്തായാലും ആ ഒരു സംഭവമേ എൻ്റെ കാലിലില്ല. ഇത് ധാരാളം നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും കാലിന് വിള്ളൽ, അതുപോലെ കൈക്കുണ്ടാകുന്ന ക്രാക്കുകൾ, ഇത് രണ്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ്. കാരണം ഒരിക്കലും മറ്റു പല ചികിത്സയിലും സുഖപ്പെടാത്ത ഒരു വിഷയമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അക്യുപഞ്ചർ ചികിത്സയിൽ ഇത്തരം കേസുകൾ ധാരാളം നമുക്ക് സുഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് കാല് വിള്ളലുണ്ടായാൽ എപ്പോഴും സോക്സ് ഇട്ട് നടക്കുക, അല്ലെങ്കിൽ കാല് നനക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക, രാത്രി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക, ഈവൻ ടോയ്ലറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വെള്ളവുമായി ഇടപഴകേണ്ട സാഹചര്യം വരുമ്പോഴൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന വല്ലാത്തൊരു പ്രയാസമാണ് ഈ കാലിൻ്റെ വിള്ളിച്ചെന്ന് പറയുന്നത്. ചിലർക്ക് മടമ്പിൻ്റെ ഭാഗത്ത് മൊത്തം ചെറിയ വിള്ളി മാത്രമേ ഉണ്ടാവുമെങ്കിൽ ചിലർക്ക് കാല് മുഴുവൻ, കാലിൻ്റെ അടിഭാഗം മുഴുവൻ സ്കിന്ന് വലിയ കട്ടി പോലെയായിട്ട് അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതൊക്കെ അക്യുപഞ്ചർ ചികിത്സയിൽ മാറി. അല്ല ഇതിനു മുമ്പ് ഒന്നും കഴിക്കാണ്ടിരിക്കില്ല, പുളിയുള്ളത് കഴിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതിനൊരു മാറ്റമില്ല. പക്ഷെ അക്യുപഞ്ചറിൽ വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് ഒന്നും നോക്കാതെ എനിക്ക് ഇഷ്ടമുള്ള പുളിയുള്ളത് കഴിക്കാം, മധുരമുള്ളത് കഴിക്കാം, എന്തും കഴിക്കാം. പക്ഷെ എൻ്റെ കാല് മാറി. അതാണ് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത്. എത്ര കാലം പഴക്കണ്ടോ ഈ കാലിന്റെ വിള്ളിച്ച? ഞാൻ 5ാം ക്ലാസ്സിൽ ഉള്ള സമയത്ത് എനിക്ക് സ്കൂളിൽ ലീവാക്കിയ ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 10-25 വർഷമായി ഉണ്ടാവും അതുകൊണ്ട് പ്രയാസപ്പെടുന്നത്. അതെ, ഓക്കെ. അത് ആ പ്രയാസം മാറാൻ വേണ്ടിയിട്ട് പുളി ഒഴിവാക്കുക, ഇഷ്ടമുള്ള ആഹാരം ഒഴിവാക്കുക, ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും അത് മാറിയില്ലെന്ന് മാത്രമല്ല, ഇപ്പം അക്യുപഞ്ചർ ചികിത്സയിൽ പരിപൂർണമായി സുഖപ്പെട്ടു എന്നുള്ളതും, ഇപ്പം ചെരുപ്പില്ലാതെയോ ഷൂ ഇല്ലാതെയോ ഒക്കെ തന്നെ നടക്കാനൊക്കെ പറ്റുമോ? ഒരു കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. വെള്ളം, സോപ്പ് തട്ടാൻ വെള്ളം ഉപയോഗിക്കുക. ആദ്യം സോപ്പൊന്നും കാലിൽ തട്ടുമ്പോഴൊക്കെ ഭയങ്കര നീറ്റിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ വെള്ളമായാലും സോപ്പായാലും എന്തിനായാലും ഒരു പ്രശ്നവുമില്ല. ഏതായാലും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അറിയാൻ വേണ്ടി പറയുകയാണ്, നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ചില ചികിത്സ കൊണ്ട് മാറില്ല എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഒരു ചികിത്സ കൊണ്ട് മാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു അബദ്ധമാണ്. പ്രത്യേകിച്ച് യൂട്രസ് റിമൂവൽ പോലുള്ള സർജറി ചെയ്യുന്ന സ്ത്രീകൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ടത്, അതുപോലെ മാസമുറ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് മാസമുറ ഉണ്ടാക്കുന്നവരും മരുന്ന് കഴിച്ചുകൊണ്ട് മാസമുറ നിർത്താൻ വേണ്ടി മരുന്ന് കഴിക്കുന്നവരൊക്കെ തന്നെ വാസ്തവത്തിൽ അത് ഓവറിയും യൂട്രസോ ഫങ്ഷൻ ആയിക്കൊണ്ടുള്ള മാസമുറ അല്ല സംഭവിക്കുന്നത്, അത് ബ്ലീഡിങ് മാത്രമാണ്. അതിന് പകരം കൃത്യമായി ആന്തരിക അവയവങ്ങൾ ഫങ്ഷൻ ആയിക്കൊണ്ട് നടക്കേണ്ട ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ അത് ത്വരിതപ്പെടുത്താനും അത് സ്ട്രെങ്ത് ചെയ്യാനും ആന്തരിക അവയവങ്ങളുടെ പേശികൾ ബലമുള്ളതാക്കാനും ഒക്കെ തന്നെ നിങ്ങൾ അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്താം. നല്ല രീതിയിൽ രോഗം സുഖപ്പെടുന്നു എന്നുള്ള വസ്തുത നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അക്യുപഞ്ചർ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ഉണർത്തുന്നു. താങ്ക് യു.